ബദർ ദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ ബദരീങ്ങൾ 14 പേര് ഷഹീദായല്ലോ. 113 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോയല്ലോ. അവരെ കുറിച്ചൊന്ന് പഠിക്കണേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ചരിത്രം വായിച്ചു നോക്കടാ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇരുന്ന് സമയം കളയുമ്പോ ഓനെ നിന്റെ മുൻഗാമികളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. 17-ാം രാവാണല്ലോ. 113 സ്വഹാബത്തിന്റെ ചരിത്രം അറിയുമല്ലോ. ബദറിന്റെ രണാങ്കണത്തിൽ ഷഹീദായ 14 സുഹദാക്കളുണ്ടല്ലോ. അവരെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കുമോനെ. അവരാടാ ചെറുപ്പക്കാർ. 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള എത്ര സ്വഹാബികളാണ് ബദറിൽ പങ്കെടുത്തതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ. ബദർ ദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ ബദരീങ്ങൾ 14 പേര് ഷഹീദായല്ലോ. 113 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോയല്ലോ. അവരെ കുറിച്ചൊന്ന് പഠിക്കണേ. 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ എത്ര ചെറുപ്പക്കാരാണ് പടച്ചവനെ ബദറിൽ പങ്കെടുത്തതെന്നറിയുമോ? സ്വഹാബത്തിന്റെ ചരിത്രമറിയാ. എത്രയോ സ്വഹാബത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. അതാ മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാ, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഇതെല്ലാം 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള ചെറുപ്പക്കാരായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാര് കളിയും തമാശയും കള്ളും പെണ്ണും വ്യഭിചാരവും ചൂതാട്ടവുമായി നടക്കുമ്പോ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ നടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, സഅദ് ബിൻ അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബി പറയുകയാ, ബദറിന്റെ രണാങ്കണത്തിലൂടെ തന്റെ സഹോദരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ബദറിന്റെ രണാങ്കണത്തിലൂടെ തന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ ഒളിച്ചും പാത്തും നടന്നു പോവുകയാ. ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒളിച്ചും പാത്തും നടന്നു പോവുകയാണ്. യാ അഖീ, എന്റെ പൊന്നനിയാ, എന്തിനാടാ ഒളിച്ചു നടന്നു പോകുന്നത്? എന്തിനാണ് ബദറിന്റെ രണാങ്കണത്തിലൂടെ നീ ഒളിച്ചു നടന്നു പോകുന്നത്? ജ്യേഷ്ഠനോട് അനുജം പറയുന്നു, ഇക്കാ അല്ലാഹുവിന്റെ റസൂല് കാണാതെ നടന്നു പോവുകയാണ്. നബി തങ്ങൾ കാണാതിരിക്കാനാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് കാണാതിരിക്കാനാണ് ഞാൻ ഒളിച്ചും പാത്തും നടക്കുന്നത്. എന്തേ നബി തങ്ങൾ കണ്ടാലെന്തേ? അവിടുന്ന് ഉമൈർ പറയുകയാ, എനിക്ക് പ്രായം കുറവാണ്, 16 വയസ്സേ ഉള്ളൂ, 16 വയസ്സേ ഉള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകന് ബദറിന്റെ രണാങ്കണത്തിൽ പോകാൻ എന്നെ സമ്മതിക്കൂല. ഞാൻ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്, ഞാൻ പ്രായം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ പറഞ്ഞു വിടും. അതുകൊണ്ട് നബി തങ്ങൾ കാണാതിരിക്കാനാണ് ഞാൻ ഒളിച്ചും പാത്തും നടന്നു പോകുന്നത്. അല്ലാഹുവേ, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ കാണുകയാണ്. നബി തങ്ങൾ അവിടുന്ന് കണ്ടപ്പോ അവിടുന്ന് പറയുകയാ, ഉമൈർ ബിൻ അബീ വഖാസ്, വീട്ടിലേക്ക് പോ, നീ ബദറിൽ വരണ്ട, നീ ബദറിന്റെ രണാങ്കണത്തിൽ വരണ്ട, നീ കുട്ടിയാണ്, നീ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലും മടക്കി വിടുമ്പോ ഉമൈർ ബിൻ അബീ വഖാസ് നബി തങ്ങളുടെ കൈപിടിച്ച് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് കൈപിടിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യർസുക്കൻ, അവിടെന്ന് പറയുകയാ, ലഅല്ലല്ലാഹു അയ്യർസുക്കനി ഷഹാദ, എനിക്ക് ഷഹീദാകണം നബിയെ, എനിക്ക് ഷഹീദാകണം നബിയെ, എനിക്ക് ബദറിൽ പോയി ഷഹീദാകണം നബിയെ. ആ 16 വയസ്സുകാരൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ച് കരയുകയാ. ടാബിന് വേണ്ടിയല്ല, കമ്പ്യൂട്ടറിന് വേണ്ടിയല്ല, കറങ്ങാൻ പോകാനല്ല, ബൈക്ക് വാങ്ങാനല്ല, ടൂറ് പോകാനല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ചിട്ട് ആ 16 വയസ്സുകാരൻ കരയുകയാ, എനിക്ക് ഷഹീദാകണം നബിയെ, എനിക്ക് ബദറിൽ പങ്കെടുക്കണം നബിയെ. ആ പൊന്നുമോന്റെ കരച്ചിൽ കണ്ടിട്ട് അള്ളാന്റെ റസൂൽ അവിടെ അനുവാദം കൊടുക്കുകയാണ്. സഅദ് ബിൻ അബീ വഖാസ് പറയുകയാണ്, വാളും പരിചയം പിടിക്കാൻ പോലും അറിയില്ലടോ, എങ്ങനെയാണത് കെട്ടേണ്ടതെന്ന് പോലും അറിയില്ല. എൻ്റെ സഹോദരന് ഞാനാണ് ആ പരിചയ വെച്ച് കെട്ടിക്കൊടുത്തത്. അവിടെ പോയി ഷഹീദ എന്ന് പറയുമ്പോ ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കടാമൂന്, ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കണം. ആരാട് ബദരീങ്ങളോ, ഇവരുടെ ചരിത്രമാണ് നീ വായിച്ചു നോക്കേണ്ടതോ.
എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പഠിക്കണം. ഇന്നത്തെ യുവതലമുറ മറന്നുപോയടോ. അല്ലാഹുവിന്റെ റസൂലും ബദരീങ്ങളെ കുറിച്ചൊക്കെ ഇന്നത്തെ മക്കള് മറന്നുപോയി. അവർക്ക് ആരാണെന്നറിയില്ല. ഇന്ന് സാധാരണ റമളാനിലെ ഒരു ദിവസം പോലെ പതിരപ്പ് കടന്നു വരുന്നു. അന്നെന്ത് പ്രത്യേകതയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രമെടുത്ത് നോക്ക്. അഫ്രഇന്റെ 2 മക്കൾ, അഫ്ര എന്ന് പറയുന്ന മനുഷ്യന്റെ 2 മക്കൾ. അല്ലാഹുവേ, ചരിത്രമെടുത്ത് ചരിത്രമെടുത്ത് നോക്കിയാൽ മുഅബ്ബദും മുഅവ്വിദും 2 കുട്ടികളാണ്. 8ാമത്തെ വയസ്സിനാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഈ മക്കൾ ഇസ്ലാമിലേക്ക് വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുആദും മുഅവ്വിദും എന്ന് പറയുന്ന 2 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ചരിത്രമെടുക്ക്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഈ കുട്ടികൾ ഇസ്ലാമിലേക്ക് വന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സഹാബി പറയുന്നു, ഞാൻ ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ വലതും ഇടതും 2 കുട്ടികളാണ് നിൽക്കുന്നത്. അപ്പോൾ മഹാനവറുകൾ ചിന്തിച്ചു, പടച്ചവനെ, വല്ല യോദ്ധാക്കന്മാരായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഈ കുട്ടികളാ എൻ്റെ വലതും ഇടതും നിൽക്കണേ. അപ്പൊ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, ആ സമയത്ത് ആ 2 കുട്ടികളിൽ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, യാ അമ്മി. നമ്മൾ മാമാന്നൊക്കെ വിളിക്കൂല്ലേ, കാക്കാകാന്ത് വിളിക്കണ പോലെ ഈ 2 മക്കൾ അടുത്ത് നിന്നിട്ട് മഹാനവറുകൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയും, ഈ കുട്ടികൾ ചോദിക്കുന്നു, ഹൽ തഅരിഫു അബൂജഹൽ, ഈ അബൂജഹൽ ആരാ? ഈ കുട്ടി ചോദിക്കുക, ബദറിന്റെ രണാങ്കണത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു, അബൂജഹൽ ആരാണ്? അപ്പൊ മഹാനവറുകൾ ചോദിച്ചു, മക്കളെ അറിയാവോ, അബൂജഹലിനെ അറിയാവോ? അറിയാം. ഒമാ ഹാജത്തുക്ക ഇലൈക, എന്തിനാ മക്കളെ നിങ്ങൾ ഈ അബൂജഹലിനെ തിരയുന്നത്? അപ്പൊ ആ കുട്ടികൾ പറയുന്നുണ്ട്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, നബി തങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കുട്ടികൾ പറയുക, അബൂജഹലിനെ ഒന്ന് കാണിച്ചതാണ്. ഒരുത്തം പറയുക, അബൂജഹലിനെ നിങ്ങൾ കാണിച്ചു തന്നാൽ ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ അവൻ മരിക്കും. 2 കുട്ടികളാണ് അവരുടെ ചരിത്രം പറയുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്ന ഒരു വലതുഭാഗത്ത് നിൽക്കുന്ന കുട്ടി പറയുകയാ, അവനെ ഒന്ന് കാണിച്ചതാ, അവനെ കാണിച്ചു തന്നാൽ ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ അവൻ മരിക്കും. ഉടനെ ഇടത് സൈഡിൽ നിൽക്കുന്നവൻ പറയണോ, ഒക്കെ എനിക്ക് കാണിച്ചതാ, ഒന്നുകിൽ അവൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, അവസാനം ആ കുട്ടികൾ കാണിച്ചു, മോനെ ദോ ആ വരുന്നവനാണ് അബൂജഹൽ കാണിച്ചു കൊടുത്തു, ആ വരുന്നവനാണ് അബൂജഹൽ കാണിച്ചു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ 2 കുട്ടികളാണ് അബൂജഹലിനെ കൊന്നുകളഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആ കുട്ടികൾ ഇതായിരുന്നു അന്നത്തെ കുട്ടികൾ. ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ പറയാതിരിക്കല. ഇന്നത്തെ കുട്ടികൾ പടച്ചവനെ ഇപ്പം MDM എല്ലാം കഴിഞ്ഞിട്ട് വെറൈറ്റി സാധനങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് കുടിക്കുന്ന അവസ്ഥ. ചുമയുടെ മരുന്ന് വാങ്ങി വരെ കുടിക്കുക, മൊത്തോ ലഹരിക്ക് വേണ്ടി. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ബദർ ദിനം നമ്മളിലേക്ക് കടന്നു വരുന്നു. ആ ബദരീങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മളില്ലടോ. ഈ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പ് തന്നെ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കടന്നുകൊണ്ട് ദുആ ചെയ്തു ബദരീങ്ങൾക്ക് വേണ്ടി. പക്ഷെ എന്ത് ചെയ്യാൻ, ഇന്ന് വളർന്നു വരുന്നവർക്ക് ബദരീങ്ങളെ കുറിച്ച് അറിവില്ലാതെ പോകുന്നു. അവരെ കുറിച്ച് പഠിക്കണം, ബദരീങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. ആ 313 സ്വഹാബത്ത് അവര് നിസ്സാരക്കാരായില്ലായിരുന്നു എന്ന് നമ്മൾ പഠിക്കുക അവരെ കുറിച്ച്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് നാം അവരുടെ പിന്നിൽ സഞ്ചരിക്കാൻ തയ്യാറാകണം. അവരെ കുറിച്ച് പഠിക്കുകയും അവരെ ആദരിക്കുകയും അവ ബഹുമാനിക്കുകയും അവർ പോകുന്ന സ്വർഗത്തിൽ നമ്മൾ എന്ത് നന്മയാ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വേണ്ടത് റമളാനിന്റെ 30 ദിവസവും ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, സ്വർഗം തരണമെന്ന് അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്. മഹാനായ സയ്യിദുന അംർ ഇബ്നുൽ ജുമൂഹ് റളിയല്ലാഹു തആല മുടന്തനായ സഹാബിയ. ഈ സഹാബി ബദറിന്റെ തലേ ദിവസം നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ബദർ യുദ്ധത്തിന് പോകണം. എനിക്ക് നബിതങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു ബദർ യുദ്ധത്തിന് പോകണം. അപ്പം മക്കൾ വന്നിട്ട് പറഞ്ഞു, വാപ്പായ്ക്ക് ഈ വയ്യാത്ത കാലം കൊണ്ട് എങ്ങനെയാ നബിയെ ബദർ യുദ്ധത്തിന് പോകുക? അതുകൊണ്ട് അനുവാദം കൊടുക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആലയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉദറുണ്ട്, നിങ്ങൾക്ക് കാരണങ്ങളുണ്ട്, പോകണ്ട. വയ്യാത്ത ആളാ, സുഖമില്ലാത്ത ആളാ, പോകേണ്ട. അനുവാദം കൊടുത്തില്ല. കുറച്ചു നാൾ കഴിഞ്ഞു. അപ്പോൾ ആ ഉഹദ് യുദ്ധം കടന്നു വരുന്നത്. ഉഹദ് യുദ്ധം കടന്നു വന്നപ്പോൾ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു ആ വയ്യാത്ത കാലുമായിട്ട് വീണ്ടും നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, 4-5 കിലോമീറ്ററേ ഉള്ളൂ ഉഹദ്, എനിക്ക് പോകണേ നബി, എനിക്ക് അനുവാദം വേണം, എനിക്ക് അനുവാദം വേണം, എനിക്ക് ഷഹീദാകണം, എനിക്ക് ഈ മുടന്തുള്ള കാര്യമായിട്ട് തന്നെ നാളെ സ്വർഗത്തിൽ പോകണം. എന്നെ എന്തായാലും എൻ്റെ മക്കൾ ഈ പ്രാവശ്യവും വരും കാരണങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ആ സഹാബി പോയിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ. അവസാനം ആ സഹാബി ദുആ ചെയ്യുന്നു, പടച്ചവനെ, എന്നെ ഉഹദിൽ നിന്ന് നീ മടക്കല്ലേ അല്ലാ, എന്നെ ഉഹദിൽ നിന്ന് നീ മടക്കരുത്, എനിക്ക് ഷഹീദാകണം പടച്ചവനെ.
ആ പ്രായം ചെന്ന ഉപ്പ, ആ കാലിന് മുടന്തുള്ള സ്വഹാബി അവസാനം ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദ എന്ന് പറയുമ്പോ ആ മുടന്തുള്ള സ്വഹാബി പോലും പടച്ചവനെ സ്വർഗത്തിൽ പോകാൻ അത്രത്തോളം പരിശ്രമിച്ചു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ ആ വിശുദ്ധമായ ഗ്രന്ഥമുണ്ടല്ലോ, അള്ളാഹുവിന്റെ കലാമുണ്ടല്ലോ, നമ്മളിൽ പലർക്കും അതിന് ആദരവില്ല, ബഹുമാനമില്ല, പരിഗണനയില്ല, ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാറില്ല. നമുക്കത് നിസ്സാരമായി പോയി മരണ വീട്ടിലെടുത്ത് പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് മാറുമ്പോ നമുക്കതിന്റെ മഹത്വം അറിയാനിട്ടാണ്. ഭയപ്പെടണം ചെറുപ്പക്കാരാ, പെങ്ങളെ നല്ലതുപോലെ പേടിക്കണം. അത് അള്ളാഹുവിന്റെ കലാമാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആൻ എങ്ങാണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന മുസ്ലിമീങ്ങളെ പഠിക്കണം. മുസ്ലിം ആരാണെന്നറിയുമോ? ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ സ്വഭാവം എന്തെന്നറിയുമോ? ഒരു മുസ്ലിമായി ജീവിച്ചാൽ, ഒരു മുസ്ലിം മുഅ്മിനായി ജീവിച്ചാൽ അവന്റെ ജീവിതമാണ് ജനങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ അവനെ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ സ്വഭാവ ഗുണം കണ്ടിട്ടാണ് ജനങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നത്. ഒരു മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം, ഒരു മുഅ്മിനിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കഅബാലയത്തെ പോലെയാകണം ഒരു മുസ്ലിം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിനെ പോലെയാകണം ഒരു മുഅ്മിനിന്റെ സ്വഭാവം. കഅബാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? പടച്ചവനെ, ആ കഅബാലയത്തെ ഒരു മനുഷ്യർ എത്ര പ്രാവശ്യം കണ്ടാലും അവന് കൊതി തീരുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം നമ്മൾ പല സ്ഥലങ്ങളിലും പോകാറുണ്ടല്ലോ, പല യാത്രകളും ചെയ്യാറുണ്ടല്ലോ. വീണ്ടും ഒരു യാത്ര ചെയ്യാൻ തയ്യാറാകുമ്പോ ഇന്ന സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമ്മൾ അവിടെ പോയവരാണ്, ആ സ്ഥലം കണ്ടവരാണ്, അതുകൊണ്ട് നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോകാമെന്ന് പറയുന്നവരാ. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ നീ 1,00,000 പ്രാവശ്യം കണ്ടാലും നിനക്ക് മതി വരുന്നില്ല. അവിടെ പോകാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നില്ല. ഞാൻ കണ്ട സ്ഥലമാണ്, അതുകൊണ്ട് വേറെ എവിടെങ്കിലും പോകാമെന്ന് നമ്മൾ പറയുന്നില്ല. ആ കഅബാലയം കാണാൻ വല്ലാത്ത ആഗ്രഹമാണ്, ആ കഅബാലയത്തിനോട് വല്ലാത്ത സ്നേഹമാണ്. ആ കഅബാലയത്തിലൊന്ന് തൊടാൻ, ആ കഅബയുടെ കില്ലയൊന്ന് പിടിക്കാനൊന്ന് ചുംബിക്കാൻ, പടച്ചവനെ ആ കഅബാലയത്തിന്റെ മുറ്റത്ത് പോയൊന്ന് നിസ്കരിക്കാൻ നമുക്ക് വല്ലാത്ത കൊതിയാണ്, നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. എത്ര കണ്ടാലും മതി വരുന്നില്ലടോ. അവസാനം ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് സലാം പറഞ്ഞ് വിടവാങ്ങൽ തവാഫ് കഴിഞ്ഞ് അവസാനം അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ നിന്നിട്ട് അസ്സലാമു അലൈക യാ കഅബത്തുല്ലാഹ്, ആ കഅബയോട് സലാം പറയുമ്പോ ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നിറയുകയാണ്. അവൻ അവസാനം പിരിയുമ്പോഴും പറയുന്നത്, പടച്ചവന് എനിക്കിനിയും വരാനും ഇനിയും കാണാനും എനിക്ക് ഭാഗ്യം തരണേ എന്ന് നിറകണ്ണുകളോടെ പൊത്തിക്കരഞ്ഞ് ദുആ ചെയ്ത് പിരിയുമ്പോ ഇത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. ഇതുപോലെയാണ് നബിതങ്ങളുടെ സ്വഭാവം. അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ട ഒരാൾ, നബിതങ്ങളോട് സംസാരിച്ച ഒരാൾ, നബിതങ്ങളുടെ കൂടെ ഇരുന്ന ഒരാൾ, പടച്ചവനെ അവർക്കൊരിക്കലും മതിയാകുന്നില്ല. നബിതങ്ങളെ എത്ര കണ്ടാലും മതി വരില്ല. നബിതങ്ങളുടെ സംസാരം എത്ര കേട്ടാലും മടുപ്പ് വരില്ല. നബിതങ്ങളുടെ കൂടെ എത്ര നേരം ഇരുന്നാലും പിന്നെയും ഇരിക്കാ കൊതിക്കുകയാണ്. പടച്ചവനെ, അത് നബിതങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഇതാണ് ഒരു മുഅ്മിനിന്റെ സ്വഭാവം. ഇങ്ങനെ ആയിരിക്കും ഒരു മുഅ്മിന്. അവനെ കാണാൻ ജനങ്ങൾ കൊതിക്കുകയാണ്, അവനോട് സംസാരിക്കാൻ കൊതിക്കുകയാണ്, അവന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ ജനങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനനുസരിച്ച് ജീവിക്കണമടോ. ഒരു മുസ്ലിമിന്റെ ജീവിതം അതാണ്. എന്തിനാ വഅദ് പറയുന്നത്, എന്തിനാ ജനങ്ങളെ ഉപദേശിക്കുന്നത്? ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടിട്ട് വേണം ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരാൻ. അതായിരുന്നു ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതം. അങ്ങനെയാ എന്റെ പ്രിയപ്പെട്ടവര്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു
നിവേദനം ചെയ്യുന്ന ഹദീസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാ പടച്ചവനെ, യമനിലെ രാജാവാണ് സുമാമ. ഇസ്ലാമിനോട് വല്ലാത്ത വെറുപ്പാണ്, ഇസ്ലാമിനോട് വല്ലാത്ത ശത്രുതയാണ് സുമാമയ്ക്ക്. അള്ളാഹുവിന്റെ പ്രവാചകനെ വല്ലാത്ത വെറുപ്പാണ്. നിബിതങ്ങളെ കൊല്ലാൻ ഒരുപാട് പ്രാവശ്യം പരിശ്രമിച്ച മനുഷ്യനാണ് സുമാമ. നിബിതങ്ങളെ ഒരുപാട് പ്രാവശ്യം കൊല്ലാൻ നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രവാചകനെ രക്ഷപ്പെടുത്തുകയാണ്. നിബിതങ്ങളെ കൊല്ലാൻ പറ്റാത്തത് കാരണം സുമാമയ്ക്ക് ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞടോ. ഒരുപാട് മുസ്ലിമീങ്ങളെ സുമാമ അവിടെ നിന്ന് കൊന്നുകളയുകയാ. ഒരുപാട് മുസ്ലിമീങ്ങളെ സുമാമ എവിടെ നിന്ന് കൊന്നുകളഞ്ഞു. വല്ലാത്ത ഉപദ്രവമായിരുന്നു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു,